നമ്മളപ്പോൾ ലിമിറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലിമിറ്റ്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ, ഈ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, സപ്പോസ് എ എന്ന് പറഞ്ഞൊരു പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, ഇതായിരുന്നു ലിമിറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എന്നുള്ളതിനെ ഷോർട്ടാക്കി LIM എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എക്സ് അപ്രോച്ചസ് ടു എ എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനൊരു സിമ്പിൾ വെച്ചിട്ട് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ്, ഇങ്ങനെയായിരുന്നു നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് 2-3 പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ഒരു പുതിയ പ്രോബ്ലം ചെയ്യാം. Evaluate limit x tends to 1 x square plus 4x minus 5 by x square plus x minus 2. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യമൊക്കെ ചെയ്ത പോലെ എക്സിന് 1 എന്ന് പറഞ്ഞ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എന്തായിരിക്കും? ഇവിടെ 1 സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയറിൽ 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 4x 4 into 1 minus 5 by x സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് എക്സ് 1 മൈനസ് 2. ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക നോക്കാം. 1 സ്ക്വയർ എന്താണ്? 1. 4 into 1 4 minus 5 divided by 1 square 1 plus 1 minus 2. 1 plus 4 എന്താണ്? 5 minus 5 divided by 1 plus 1 2 minus 2 equal to എന്താണ് കിട്ടിയത്? 0/0. 0/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടിയില്ല? ലിമിറ്റ് കിട്ടിയില്ല. അപ്പൊ എന്ത് നമുക്ക് മനസ്സിലായി? ഡയറക്റ്റ് ഇത്തരം കേസുകളിൽ 1 കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇത്തരം കേസുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷനെ ആദ്യം ഫാക്ടറൈസ് ചെയ്യണം, പിന്നെ സിംപ്ലിഫൈ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യും സിംപ്ലിഫൈ ചെയ്യൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4x minus 5 divided by x square plus x minus 2. ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. നമുക്ക് ആദ്യം ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത്തരം ഇക്വേഷനുകളെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്ത് തരുന്നത്? നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇത് ഈ ഇക്വേഷൻ എന്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം? നമ്മുടെ ന്യൂമറേറ്റർ അഥവാ എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ a എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1. ഇനി b എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 4. ഇനി സിയോ കോൺസ്റ്റന്റ് ടേം. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ടേം? മൈനസ് 5. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി. മൈനസ് ബി പറയുമ്പോൾ എന്തായിരിക്കും? -4.
minus 4 plus or minus root of b square minus 4ac. b square എന്താ വരിക? b എന്താണ്? 4. 4 square minus 4ac. 4 into a എന്താണ്? 1 into c എന്താണ്? minus 5 by 2a. 2 into a. a എന്താണ്? 1. 2 into 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? minus 4 plus or minus root of 4 square എന്താണ്? 16 minus 4 into 1 into minus ഈ മൈനസും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? അല്ല സോറി, ഈ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പിന്നെ 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. സോ എന്തായി മാറി? minus 4 plus or minus root of 16 plus 4 into 1 4 4 into 5 20. 4 into 1 into 5 എന്തായിരിക്കും? 20 divided by 2 is equal to എന്ത് കിട്ടും? minus 4 plus or minus root of 16 plus 20 എത്രയാണ്? 36 divided by 2. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ട് സൊല്യൂഷൻ കിട്ടും അല്ലേ? x equal to minus 4 plus or minus root 36 എന്താണ്? 6 divided by 2. എന്തൊക്കെയായിരിക്കും കിട്ടുക? ഒന്ന് minus 4 plus 6 by 2 ആയിരിക്കും. പിന്നെ ഒരു x എന്തായിരിക്കും? x equal to minus 4 minus 6 by 2. ഇനി നോക്കാം. 6 minus 4 plus 2 എന്തായിരിക്കും? 6 minus 4 എന്താണ്? 2 by 2 equal to 1. ഇവിടെ എന്തായിരിക്കും? minus 4 minus 6 minus 10 by 2 is equal to minus 5. So x square plus 4x minus 5-ന് നമ്മൾ രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. x equal to 1 ഉം x equal to minus 5 ഉം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x equal to 1 ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x minus 1 ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. x equal to 1 ഇതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ x minus 1 ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അതുപോലെ x equal to minus 5 ഇതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ x plus 5 ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് x സ്ക്വയർ പ്ലസ് 4x minus 5 equal to 0ക്ക് രണ്ട് ഫാക്ടേഴ്സിനെ കിട്ടി. x minus 1 ഉം x plus 5 ഉം. അതായത് ഇതിന് രണ്ട് ഫാക്ടേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? x minus 1 ഉം x plus 5 ഉം. സോ x സ്ക്വയർ പ്ലസ് 4x minus 5-ന് നമുക്ക് പകരം എന്ത് എഴുതാം? x square plus 4x minus 5 equal to x minus 1 into x plus 5 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിനെ സോൾവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? x square plus x minus 2 അല്ലേ? സോൾവ് ചെയ്യാൻ വേണ്ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കും.
ഇനി നമ്മൾ ന്യൂമറേറ്ററിനെ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തും ചെയ്യും, ഡിനോമിനേറ്ററിനെയും സോൾവ് ചെയ്യും. അപ്പോൾ ഇതും ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുക. ഇവിടെ എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 1 അല്ലേ? അപ്പോൾ എ ഈക്വൽ ടു 1. അതുപോലെ ബി എന്താണ്? എക്സിന്റെ കോയിഫിഷ്യന്റ്. അപ്പോൾ ബി എന്താണ്? ഈക്വൽ ടു ബി ഇവിടെ എന്താണ്? 1 ആണ്. സി എന്താണ്? കോൺസ്റ്റന്റ് ടേം. അപ്പോൾ ഇവിടെ ബി സി എന്തായിരിക്കും? -2. സി കോൺസ്റ്റന്റ് ടേം സി ഈക്വൽ ടു -2. സോ ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം. x equal to -b plus or minus root of b square minus 4ac by 2a എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ -b, ഇവിടെ -b എന്താണ്? b 1 ആണ്. അപ്പോൾ -b പറയുമ്പോൾ -1 plus or minus root of b square. b square എന്താണ്? 1 square minus 4ac. 4 into a. a എന്താണ്? 1 into c. c എന്താണ്? -2. അപ്പോൾ b square minus 4ac by 2a. 2 into a എന്താണ്? 1. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. -1 plus or minus root of 1 square എന്താണ്? 1 minus 4 into 1 4 into -2 divided by 2 is equal to -1 plus or minus root of 1 minus -4 into -2. 4 into 2 8. പിന്നെ minus into minus plus ആയിരിക്കും. plus 8 divided by 2 is equal to -1 plus or minus root 1 plus 8 root 9 by 2 is equal to -1 plus or minus root 9 by 2 എന്താണ്? root 9 എന്താണ്? 3 by 2. അപ്പോൾ ഇനി എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. എങ്ങനെ കാണാം? x equal to ഒന്ന് പ്ലസ് വെച്ച് കാണാം. -1 plus 3 divided by 2 എന്തായിരിക്കും? 3 minus 1. 3 minus 1 is 2 by 2 equal to 1. അടുത്തത് x equal to -1 minus 3 divided by 2 is equal to -1 minus 3 is equal to 1 plus 3 4 minus 4 divided by 2 is equal to -4 by 2 -2. ഇപ്പോൾ നമുക്ക് x² plus x minus 2 രണ്ട് സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് x equal to 1 രണ്ട് x equal to -2. x equal to 1 ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ എന്ത് പറയാം? x minus 1 ഇതിന്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാം. അതുപോലെ x equal to -2 ഇതിന്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് x plus 2 ഇതിന്റെ എന്താണെന്ന് പറയാം? ഫാക്ടർ ആണെന്ന് പറയാം. ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? x² plus x minus 2 equal to 0 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. x minus 1 into x plus 2. So x² plus x minus 2 equal to x minus 1 into x plus 2. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 1 x² plus 4x minus 5 by x² plus x minus 2 ഇതായിരുന്നു ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ x² plus 4x minus 5 എന്ത് ചെയ്തു? ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ രണ്ട് ടേംസ് ആക്കി കിട്ടി. അതുപോലെ x² plus x minus 2 ഫാക്ടറൈസ് ചെയ്ത് രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ലിമിറ്റ് കാണാം.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കാണാൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ലിമിറ്റ് x tends to 1 x square plus 4x minus 5 divided by x square plus x minus 2. ഇതിന് ഈക്വൽ ടൈപ്പ് എന്ത് എഴുതാം? ലിമിറ്റ് x tends to 1. ഈ എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 പകരം നമുക്ക് എന്ത് എഴുതാം? ഇത് എഴുതാം അല്ലേ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 പകരം നമുക്ക് ഇത് എഴുതാം, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. കാരണം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 നമ്മൾ എങ്ങനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇത് നോക്കൂ, ഇതിൽ എന്താണുള്ളത്? എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു കോമൺ ഫാക്ടർ ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇത് രണ്ടും വെട്ടിക്കളയാം. സോ ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ലിമിറ്റ് x tends to 1 x plus 5 divided by x plus 2. ഇനി എന്ത് ചെയ്യും? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും, അതായത് എക്സിന് വാല്യൂ കൊടുക്കും 1 എന്ന്. അപ്പൊ എന്തായിരിക്കും? ലിമിറ്റ് x tends to 1 1 plus 5 divided by 1 plus 2 is equal to എന്താണ്? 1 plus 5 എന്താണ്? 6 by 1 plus 2 is equal to 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റിന്റെ വാല്യൂ 2 എന്ന് കിട്ടി. അതായത് ലിമിറ്റ് x tends to 1 x സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2ന്റെ വാല്യൂ എന്താണ്? 2. ഇവിടെ ലിമിറ്റ് എന്ത് ചെയ്യും? നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്ത് രണ്ട് ഫാക്ടേഴ്സിനെ കാണും. എന്നിട്ട് അതുപോലെ ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 രണ്ട് ഫാക്ടേഴ്സിനെ കാണും. എന്നിട്ട് അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. എന്നിട്ട് സോൾവ് ചെയ്ത് ഇക്വേഷന് ആൻസർ കിട്ടി 2. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ലിമിറ്റിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -6 എക്സ് സ്ക്വയർ പ്ലസ് 5x -6 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 6. ഇവിടെ ഡിനോമിനേറ്റർ സിമ്പിൾ ഫോർമുല കിടക്കുന്നത് എക്സ് പ്ലസ് 6. ഇതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല? ഫാക്ടറൈസ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ പറ്റൂല. അപ്പോൾ നമുക്ക് ഫാക്ടറൈസും സോൾവും ചെയ്യേണ്ടത് എന്തിനെയാണ്? ന്യൂമറേറ്ററിനെയാണ്. എന്നിട്ട് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 6. സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു 0 കൊടുക്കും. ഇനി എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ a എന്താണ്? a ഈക്വൽ ടു 1, b ഈക്വൽ ടു 5, c ഈക്വൽ ടു മൈനസ് 6 എന്ന് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ x ഈക്വൽ ടു മൈനസ് ബി എന്താണ്? മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി എന്താണ്?
5 ആണ്. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്താണ് 1 ഇൻറ്റു സി എന്താണ് -6 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു എ 1 ഈസ് ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്താണ് 25 minus 4ac 4 into 1 4 into 6 4 into 6 24 പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അപ്പോൾ 25 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 2 ഇനി സോൾവ് ചെയ്യുമ്പോൾ -5 പ്ലസ് ഓർ മൈനസ് 25 plus 24 എന്തായിരിക്കും 4 plus 5 9 2 plus 2 4 49 divided by 2 is equal to -5 plus or minus root 49 എന്താണ് 7 divided by 2 അപ്പോൾ x equal to -5 രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ പ്ലസ് ഓർ മൈനസ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് പ്ലസ് എടുക്കാം -5 plus 7 divided by 2 x equal to -5 minus 7 divided by 2 മൈനസ് എടുക്കും ഇനി ഇതിന്റെ വാല്യൂ എന്താ നോക്കാം -5 plus 7 അഥവാ 7 minus 5 7 5 പോയാൽ എത്രയാണ് 2 by 2 is equal to 1 ഇവിടെ എന്താണ് -5 minus 7 സെയിം സൈൻ ആണ് ഒരേ ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ ഇട്ട് കൊടുക്കണം അപ്പോൾ 7 5 12 അപ്പോൾ -12 by 2 is equal to -6 അപ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്ററിന്റെ സൊല്യൂഷൻസ് ആയിട്ട് ഇതിനെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് സൊല്യൂഷൻസ് x equal to 1 ഉം x equal to -6 ഉം അപ്പോൾ ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ് x equal to 1 ആണെങ്കിൽ ഫാക്ടർ ഏതായിരിക്കും x minus 1 x equal to -6 ഫാക്ടർ ആവുമ്പോൾ ഫാക്ടർ x equal to -6 സൊല്യൂഷൻ ആവുമ്പോൾ ഫാക്ടർ s plus 6 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും x minus 1 into x plus 6 അങ്ങനെ നമ്മളിപ്പോൾ ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷനിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം അപ്പോൾ ലിമിറ്റ് x tends to -6 x square plus 5x minus 6 അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ x minus 1 into x plus 6 x square plus 5x minus 6 divided by x plus 6 is equal to limit x tends to -6 x square plus 5x minus 6 ന് പകരം നമുക്ക് x minus 1 into x plus 6 എന്ന് കൊടുക്കാം divided by x plus 6 അപ്പോൾ ഇവിടെ എന്താണ് x plus 6 കോമൺ ഫാക്ടർ ആണ് അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം വെട്ടിക്കളയാം അപ്പോൾ ഈസ് ഈക്വൽ ടു പിന്നെ ബാക്കി എന്താണുള്ളത് ലിമിറ്റ് x tends to -6 into x minus 1 ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം -6 x ന്റെ സ്ഥാനത്ത് കൊടുക്കാം ലിമിറ്റ് x tends to -6 -6 minus 1 is equal to -7 ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അങ്ങനെ ലിമിറ്റ്സ് വഴി ഫാക്ടറൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ വഴി മിക്കവാറും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സോൾവ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യും പിന്നെ അതിനെന്ത് ചെയ്യും അതിൻ്റെ കോമൺ ഫാക്ടേഴ്സിനെ വെട്ടി കളഞ്ഞിട്ട്
സിമ്പിളായ ഫോമിലെത്തും. ആ സിമ്പിളായ ഫോമിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും.